ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. കൊച്ചിയിലെ സോണൽ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. 3 മാസത്തോളം ജയിലിലായിരുന്ന എൻ വാസുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എപ്പോഴാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്? എന്തൊക്കെയാണ് വാസുവിൽ നിന്നും ചോദിച്ചറിയുക? രാവിലെ ഒരു 11 മണിയോട് കൂടിയാണ് എൻ വാസു എറണാകുളത്തെ ഇഡിയുടെ സോണൽ ഓഫീസിൽ ഹാജരായത്. ഇഡി സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ 3ാം പ്രതിയാണ് എൻ വാസു. കഴിഞ്ഞ 3 മാസമായി അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. തുടർന്ന് സ്വാഭാവിക ജാമ്യത്തിലാണ് എൻ വാസു ഇറങ്ങിയത്. അതിനുശേഷം സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങിയ എല്ലാവരെയും, അതായത് SITയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന പ്രതിപട്ടികയിലാക്കിയിട്ടുള്ള 28 പേരെയും ഇഡി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജയിൽവാസം അനുഭവിച്ച് സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങിയ ഓരോരുത്തരെയായി ഇഡി വിളിച്ചു വരുന്നുണ്ട്. അതേസമയം 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുവരെ ഇഡി നോട്ടീസ് നൽകിയിട്ടില്ല. അത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ എല്ലാം ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഇഡി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്ത്രിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാർച്ച് 1 ഹാജരാകാനായിരുന്നു നോട്ടീസ് നൽകിയത്. ഈ ആഴ്ച തന്നെ തന്ത്രിയും അതായത് കണ്ഠരര് രാജീവരും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇഡി പരിശോധിച്ചു വരുന്നത്. നേരത്തെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം, ഇഡി കൂടി കേസിൽ ഇടപെടണമെന്ന് കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇഡി അന്വേഷണം തുടങ്ങുന്നത്. നേരത്തെ ഇഡി ഇതുമായി ബന്ധപ്പെട്ട SIT അന്വേഷണ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇഡിക്ക് SIT റിപ്പോർട്ടുകളുടെ പകർപ്പ് നൽകിയിരുന്നില്ല. അത് പ്രത്യേകിച്ചും കോടതിയുടെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇഡിക്ക് പകർപ്പ് നൽകാൻ SIT വിസമ്മതിച്ചെന്ന സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പിന്നീട് ഇഡിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും വിശദാംശങ്ങളും ഒക്കെ SIT നൽകി തുടങ്ങിയത്. അതിനുശേഷമാണ് ഇഡി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള ആളുകളെ ഒക്കെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയായി ഇഡി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച സാക്ഷികളായവരെ, അതായത് ജയറാം ഉൾപ്പെടെയുള്ള ആളുകളെയും കഴിഞ്ഞ ആഴ്ച ഇഡി വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു, മൊഴിയെടുത്തിരുന്നു. എന്തായാലും ഈ ഇഡിയുടെ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 28 പേരെ, പ്രതിപട്ടികയിലുള്ള 28 പേരെയും ഇഡി വിളിപ്പിക്കും. അത് ആ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻ വാസുവുമായുള്ള ചോദ്യം ചെയ്യൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ഒരു 11 മണിയോട് കൂടിയാണ് എൻ വാസു ഈ ഇഡിയുടെ ഓഫീസിലെത്തിയത്. ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാണ്. അതുപോലെ 2 തവണ ദേവസ്വം കമ്മീഷണറുമായിരുന്ന ആളാണ് എൻ വാസു. ഈ വാസു കമ്മീഷണറായിരുന്ന സാഹചര്യത്തിലാണ് സ്വർണ്ണപ്പാളി ഇളക്കിയിരുന്നതും അതിൽ ചെമ്പാണ എന്ന രേഖകളിൽ വാസുവാണ് ഒപ്പിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കി വന്ന സ്വർണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇമെയിൽ സന്ദേശവും എൻ വാസുവിനായിരുന്നു ഇമെയിൽ സന്ദേശം അയച്ചിരുന്നത്. അതായത് മറ്റൊരു പെൺകുട്ടിയുടെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ സ്വർണം നൽകുന്നതിനെ പറ്റിയായിരുന്നു ആ മെയിലിൻ്റെ ഉള്ളടക്കം. അതായിരുന്നു അത് പിന്നീട് ഈ SIT ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നീട് എൻ വാസു സമ്മതിക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ ഇഡി ചോദ്യം ചെയ്തിരിക്കുന്ന ഈ വാസുവിൻ്റെ ബാങ്ക് ഡീലിങ്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള അത്തരം രേഖകളാണ് ഇപ്പോൾ ഇഡി ചോദിച്ചിട്ടുമുള്ളത്. എന്തായാലും ഈ ആളുകളുമായി ബന്ധപ്പെട്ട്, അതായത് ഇഡി ചോദ്യം ചെയ്ത ആളുകളുമായി ബന്ധപ്പെട്ട് അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്തിയാൽ അവരുടെ സ്വത്ത് മരവിപ്പിക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ് ഇഡി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടാണ് എൻ വാസുവിനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. കൊച്ചിയിലെ സോണൽ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യലുണ്ടാകും. തന്ത്രിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് കോട്ടയം പൂർണ്ണമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.